ക്രൈസ്തവ സഭയെ അന്താരാഷ്ട്ര തലത്തിൽ ഇകഴ്ത്തുകയും താറടിക്കുകയും ചെയ്ത കാനഡയിലെ വിദ്യാർത്ഥി കൂട്ടക്കൊല സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന സൂചനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് നിലവിൽ നടത്തിയ ഉത്ഖനനങ്ങളെല്ലാം ഫലരഹിതമെന്ന റിപ്പോർട്ട്. ഇതുവരെ നടത്തിയ 14 ഉത്ഖനനങ്ങളിൽ ഒരിടത്തും മനുഷ്യശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രസ്തുത ആരോപണങ്ങളെ സംശയനിഴലിൽ ആക്കുന്നത്. പൈൻ ക്രീക്ക് ഫസ്റ്റ് നേഷൻ എന്ന് അറിയപ്പെടുന്ന തദ്ദേശീയ സംഘം ആർ ലേഡി ഓഫ് സെവൻ സോറോസ് കത്തോലിക്ക ദേവാലയത്തിന്റെ ബേസ്മെന്റിലും പരിസരത്തും നടത്തിയ ഖനനങ്ങളിൽ മനുഷ്യശരീരാവശിഷ്ടങ്ങൾ യാതൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് സംഘത്തിന്റെ ചീഫ് ഡെറക് നെപ്പിനാക് അറിയിച്ചു. ഭൂമിയിലേക്ക് തുളച്ചുകയറുന്ന റഡാർ അല്ലെങ്കിൽ GPR കണ്ടെത്തിയ അസ്വാഭാവികതകളിൽ അഗ്നിബാധയിൽ നിന്നുള്ള മൃഗങ്ങളുടെ അസ്ഥികളും അവശിഷ്ടങ്ങളും അല്ലാതെ മനുഷ്യ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് നെപ്പിനാക് വിശദീകരിച്ചു. എന്നാൽ നിലവിൽ ലഭിച്ച ഉത്ഖനന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്തിമ നിഗമനത്തിൽ എത്താനാവില്ലെന്നും ഗവേഷണം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാനഡയിലെ കത്തോലിക്ക സഭയുടെയും ഇതര വിഭാഗങ്ങളുടെയും റെസിഡൻഷ്യൽ സ്കൂളുകളിൽ തദ്ദേശീയ വിദ്യാർത്ഥികളുടെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയെന്ന ഏറെ വിവാദമുണ്ടാക്കിയ വാർത്ത പുറത്തുവന്ന് 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉത്ഖനനങ്ങളിൽ യാതൊരു തെളിവും കണ്ടെത്താത്ത പശ്ചാത്തലത്തിൽ പ്രചരണങ്ങളെ ശിഥിലമാക്കുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ന്യൂയോർക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകളിൽ തദ്ദേശീയ വിദ്യാർത്ഥികളെ കൂട്ടക്കുരുതി ചെയ്ത് വലിയ കുഴിമാടമുണ്ടാക്കി അതിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു 2 വർഷങ്ങൾക്ക് മുൻപ് ഏറെ വിവാദമായ അന്താരാഷ്ട്ര ചർച്ചകളിലേക്ക് വഴിതെളിച്ച വാർത്ത. ഇതിന് പിന്നാലെ ജനരോഷത്തിൽ 83ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്തു. അക്കാലത്ത് നടത്തിയ ചില റഡാർ പരിശോധനകളിൽ ഭൂമിക്കടിയിൽ കണ്ടെത്തിയ ചില അസ്വാഭാവികമായ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിക്കടിയിൽ ശവക്കുഴികളാണെന്ന പ്രചാരണം ഉണ്ടായത്. കനേഡിയൻ സർക്കാരിന് വേണ്ടി കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ സഭയുമാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾ നോക്കി നടത്തിയിരുന്നത്. പഴയ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നടത്തിയ വിവിധ ഉത്ഖനനങ്ങളിൽ ഇതുവരെ മനുഷ്യശരീരാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. റെസിഡൻഷ്യൽ സ്കൂളുകളിൽ തദ്ദേശീയ കുട്ടികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് യാതൊരു തെളിവും ഇല്ലെന്നാണ് ഉത്ഖനന ഫലങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. 2021 മെയ് മാസത്തിലാണ് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്തിയ റഡാർ പരിശോധനയിൽ 200-ലേറെ തദ്ദേശീയ കുട്ടികളെ അടക്കം ചെയ്തിരിക്കുന്ന വലിയ കുഴിമാടം കണ്ടെത്തിയെന്ന് ബ്രിട്ടീഷ് കൊളംബിയ ഫസ്റ്റ് നേഷൻ ബാൻഡ് ടൈക്കം ലൂപ്പസ് ടെ സെക്വംബെക്കിന്റെ നേതാക്കൾ ആരോപിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.